ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 56ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെയും നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് 2 പേര് ഹൗസിൽ നിന്ന് എലിമിനേറ്റ് ആയിപ്പോയി, ജിഷനും അതേപോലെ തന്നെ അഭിലാഷും. അപ്പോൾ അഭിലാഷ് ഔട്ടാവും എന്നുള്ളത് ചെറിയ ഹിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ പല യൂട്യൂബ് ചാനൽസിലെല്ലാം കണ്ടിരുന്നു. അത് മാത്രമല്ല, കുറച്ച് വീക്കായിട്ട് അഭിലാഷ് ആ വന്ന സമയത്തുള്ള ഒരു ഗെയിം സ്പിരിറ്റും കാര്യങ്ങളും ഇപ്പോൾ കാണാറില്ല അഭിലാഷിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അഭിലാഷ് ഔട്ടാവും എന്നുള്ളത് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ്. പക്ഷേ ജിഷിൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എനിക്കൊന്ന് വന്ന സമയത്തൊക്കെ ജിഷിൻ ഭയങ്കര അഗ്രസീവായിരുന്നു. പക്ഷേ ഇപ്പം ജിഷിൻ ഭയങ്കര എന്താ പറയുക, ആ ഒരു ഗെയിം കണ്ടറിഞ്ഞിട്ട് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ച് ആ ബോട്ടിൽ ടാസ്കിലൊക്കെ നല്ലൊരു ഇത് കാഴ്ച വെച്ചിരുന്നതാണ് ജിഷിൻ. കാരണം എന്താ പറയുക, ആ ഒരു ഇൻസ്പെക്ടർ റോളിലൊക്കെ. പക്ഷേ എന്തോ ഒരു ഇതിൽ ജിഷിനെ ജയിലിൽ പറഞ്ഞയച്ചു. പക്ഷേ അതല്ലാണ്ട് തന്നെ ജിഷിൻ നന്നായിട്ട് കളിച്ചിരുന്നതാണ്. അത്ര ആവശ്യമില്ലാത്ത ഇഷ്യൂസിലൊന്നും എന്താ പറയുക തലയിടാണ്ടും ഒക്കെ ആയിട്ട് നല്ലൊരു പ്ലെയർ ആയിരുന്നു ജിഷിൻ ശരിക്കും ഇപ്പോൾ ഔട്ടായി പോകേണ്ട ഒരാളായിരുന്നില്ല. കാരണം ആ വീട്ടിൽ ഒട്ടും ആക്റ്റീവ് ആവാത്ത പല ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിലും സാബുമാൻ കളിക്കുകയാണെങ്കിലും അങ്ങനെ ഒരാൾക്കാരെ പ്രൊവോക്ക് ചെയ്ത് കളി അങ്ങനെയുള്ളതൊന്നും സാബുമാൻ്റെ ഭാഗത്ത് നിന്നില്ല. അപ്പോൾ എന്താണെങ്കിലും സാബുമാനെക്കാട്ടിലും എത്രയോ ബെറ്ററായിരുന്നു ജിഷിൻ. ഈവൻ എനിക്ക് തോന്നുന്നു ഒനിയിലും കളിക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒനിയിലൊന്നും ഇപ്പോൾ ഒരു 100 ഡേയ്സിലോട്ടൊന്നും ഡിസേർവിങ് അല്ലാത്ത പോലെ എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ എന്താ പറയുക, ജിഷിൻ പോയി, അഭിലാഷം പോയി. എനിക്ക് തോന്നുന്നു ജിഷിൻ്റെ മേ ബി ചിലപ്പോൾ ജിഷിൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അഭിലാഷ് ഇതേപോലെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. കാരണം അതിന് ശേഷം അവരുടെ ഹൗസ് മേറ്റ്സിൻ്റെ റിയാക്ഷനിലൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പോയി. പിന്നെ നമ്മൾ മെയിനായിട്ട് കണ്ടത് ലാലേട്ടൻ ആതിരയുടെ ഒരു ഇഷ്യൂ ആണ്. ആതിര അനീഷിനെ എപ്പോഴും അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതും അനീഷിനോട് പെരുമാറുന്ന ടൈപ്പും എല്ലാമാണ് പിന്നെ ലാലേട്ടൻ പറഞ്ഞത്. അത് ആതിര ശരിക്കും പറയുകയാണെങ്കിൽ എപ്പിസോഡിൽ അനീഷിനോട് എന്താ പറയുക റിയാക്ട് ചെയ്യുന്ന രീതിയും അതേപോലെ തന്നെ പെരുമാറുന്നതും ആ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതും, ഇപ്പോൾ ഈവൻ വെസൽ പാത്രം കഴുകാൻ പറയുമ്പോൾ തന്നെ പോയി പാത്രങ്ങളൊക്കെ സിങ്കിനകത്ത് ഇട്ടിട്ട് എന്താ പറയുക മേത്ത് വെള്ളം തെറിപ്പിക്കുക, ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരിക്കലും ഇപ്പോൾ ആതിര പറയുന്നുണ്ട് എനിക്ക് സ്നേഹമുള്ള ആൾക്കാരെ ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്രയും ക്രൂരമായിട്ട് നമ്മൾ ഒരിക്കലും നമുക്ക് സ്നേഹമുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയുക പോയി ചൊറിയില്ല. കാരണം ഈവൻ അവരുടെ മേത്ത് വല്ല വെള്ളമോ വല്ല വേസ്റ്റ് വല്ലതും നമ്മൾ സ്നേഹമാണെങ്കിലും നമ്മൾ അത് പോയി തുടച്ചു കൊടുക്കുകയോ ചെയ്യുക. അല്ലാണ്ട് ഈ വെള്ളം പോയി അവരുടെ മേത്തേക്ക് ആക്കുകയല്ലേ ചെയ്യുക. അപ്പം അത് എനിക്ക് തോന്നുന്നു ഈവൻ ഇപ്പോൾ ഷാനവാസും പറയുന്നുണ്ട്, ആതിര പലതവണ പറയുന്നുണ്ട് ഇങ്ങനെ സ്നേഹമുള്ള ആൾക്കാർ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അല്ല അനുമോളും പറഞ്ഞു. പക്ഷേ ഇവരോടൊന്നും ഇത്രയും ആയിട്ടല്ലല്ലോ പെരുമാറുന്നത്. ഇവരോടൊന്നും ഇത്രയും അഗ്രസീവായിട്ടും ഇങ്ങനെയൊന്നും അല്ല അവരോട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ്റെ ആ ഒരു എന്താ പറയുക ചീത്തവിളിയെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം പറഞ്ഞതാവാൻ ചാൻസ് കൂടുതൽ. കാരണം ഈവൻ അനീഷ് തന്നെ പറയുന്നുണ്ട് ചില സമയത്തൊരു വ്യക്തിവൈരാഗ്യം, ഒരു പേഴ്സണൽ ഗ്രഡ്ജ് പോലെയൊക്കെയാണ് പെരുമാറുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും സ്നേഹമുള്ള ആൾക്കാരോട് നമ്മൾ ഇത്രയും ക്രൂരമായിട്ടൊന്നും പെരുമാറില്ല ചില സമയങ്ങളിൽ. അതേപോലെ പോടോ അങ്ങനെയുള്ള കുറേ ആവശ്യമില്ലാത്ത കുറേ വാക്കുകളുണ്ട്. അപ്പോൾ എന്താ പറയുക, അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം അനീഷിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരിക്കലും നമുക്കങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്നേഹമുള്ള ആൾക്കാരോട് ഇങ്ങനെ പെരുമാറുന്നു പറയുകയാണെങ്കിൽ അത് കുറച്ച് ഇതായിരിക്കും. എന്താണെങ്കിലും അതിനനുസരിച്ചിട്ട് ലാലേട്ടൻ നൂറയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തന്നെയാണോ, എങ്ങനെ സഹിക്കുന്നു എന്ന് പറയുമ്പോൾ നൂറ അതിനൊരു കമൻറ്റും പറയുന്നുണ്ട്. അതെന്താണെങ്കിലും നന്നായി അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇന്നലെ കണ്ടത്. പിന്നെ ചെറിയ ഓരോ ഫണ്ണി ടാസ്കുകളാണ്. ഈ ചെമ്മീൻ ഫിലിമിലെ ഓരോ ഡയലോഗ്സൊക്കെ എന്താ പറയുക, അനുമോള് ജിസേലിനെ കൊണ്ട് പറയിപ്പിക്കുന്നതും അല്ലെ നവീനെ കൊണ്ട് പറയിപ്പിക്കുന്നത്, അങ്ങനെ കുറേ ഫണ്ണി ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഇങ്ങനെയുള്ള ടാസ്കും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡ് അല്ലാണ്ട് നമ്മുടെ മൺഡേ ടു ഫ്രൈഡേ എപ്പിസോഡ്സിൽ വളരെ കുറച്ചാണ് കാണിക്കുന്നത്. ബാക്കിയെല്ലാം ഇവരുടെ ഫൈറ്റും ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഇങ്ങനെയുള്ള ടാസ്കുകൾ കാണാനാണ് നല്ല രസം. ആവശ്യമില്ലാതെ ഈ ഫൈറ്റും കാര്യങ്ങളും കാണുന്നതിനേക്കാട്ടും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടത്. പിന്നെ ലാലേട്ടൻ പറഞ്ഞിരുന്നു ഈ ആഴ്ച മുതൽ ഫാമിലി വീക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ ലൈവ് കണ്ടില്ല, ഞാൻ ജസ്റ്റ് നമ്മൾ പ്രൊമോ കണ്ടിരുന്നു.
അനീഷിൻ്റെയും അതേപോലെ തന്നെ ഷാനവാസിൻ്റെയും ഫാമിലിയാണ് ഇന്ന് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് ഫാമിലിയുടെ അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല, കാരണം ബിഗ് ബോസ് അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഹൗസിൽ പോയി അവരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എനിക്ക് തോന്നുന്നു ഫാമിലി റൗണ്ട് എല്ലാവരും വന്ന് കണ്ട് വരുമ്പോഴേക്കും കളി ചെറുതായിട്ടൊന്ന് മാറി മറയും. കാരണം അവരുടെ ഫാമിലി വന്നിട്ട് ഒബ്വിയസ്ലി അവരോട് എന്താ പറയുക, ചില കാര്യങ്ങൾ സീക്രട്ടായിട്ടും ഒക്കെ ആയിട്ട് ഓരോ ഹിൻ്റൊക്കെ കൊടുക്കും, ആരോടൊപ്പം നിൽക്കണം ആരോടൊപ്പം നിൽക്കരുത് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഇഷ്യൂസും, ഇപ്പം നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഫാമിലി റൗണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് അകലാനും അകന്ന് നിൽക്കുന്ന ആൾക്കാർ ഒട്ടാനും എല്ലാം അടുക്കാനും എല്ലാം ചാൻസ് കൂടുതലാണ് ഫാമിലി റൗണ്ട്. കാരണം സാധാരണഗതിയിൽ ഈ ഫാമിലി റൗണ്ട് എനിക്ക് തോന്നുന്നു തീരാറാവുന്നതിൻ്റെ ഒരു 2-3 ആഴ്ച മുമ്പ് മറ്റുമാണ് നടക്കാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഒരു പകുതി കഴിഞ്ഞ് തന്നെ ഫാമിലി വീക്ക് നടന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ കളിയൊന്ന് മാറ്റി പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.